എൻ്റെ അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ ദൈവകരുണ. ഞായറാഴ്ച ഏപ്രിൽ 28, 1935. പുതു ഞായറാഴ്ച, അതായത് ദൈവകരുണയുടെ തിരുനാൾ ദിവസം. പരിത്രാണ കർമ്മത്തിൻ്റെ ജൂബിലിയുടെ സമാപനം ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ ഞങ്ങൾ പോയപ്പോൾ രണ്ടാഘോഷങ്ങളും ഒന്നിച്ചായിരുന്നതുകൊണ്ട് എൻ്റെ ഹൃദയം ആനന്ദത്താൽ നിറഞ്ഞു. പാപികളുടെ ആത്മാക്കളുടെ മേൽ കരുണയായിരിക്കണമെന്ന് ഞാൻ ദൈവത്തോട് അപേക്ഷിച്ചു. ശുശ്രൂഷകളുടെ അവസാനമായപ്പോൾ ജനങ്ങളെ ആശീർവദിക്കാൻ വൈദികൻ ദിവ്യകാരുണ്യം എടുത്തപ്പോൾ ചിത്രത്തിലേതുപോലെ ഈശോനാഥനെ ഞാൻ കണ്ടു. കർത്താവ് തൻ്റെ ആശീർവാദം നൽകി. ലോകം മുഴുവനും ആ രശ്മികൾ വ്യാപിച്ചു. പെട്ടെന്ന് സ്ഫടിക നിർമ്മിതമായ ഒരു വാസസ്ഥലത്തിൻ്റെ രൂപത്തിൽ അഭേദ്യമായ ഒരു പ്രകാശം ഞാൻ കണ്ടു. അത് സൃഷ്ടികൾക്കും അരൂപികൾക്കും അപ്രാപ്യമായ പ്രകാശ തരംഗങ്ങളാൽ നെയ്തെടുത്തതായിരുന്നു. 3 വാതിലുകൾ ഈ ഉജ്ജ്വല തേജസ്സിലേക്ക് നയിച്ചിരുന്നു. ആ സമയത്ത് ചിത്രത്തിലെ രൂപത്തിൽ ഈശോ രണ്ടാമത്തെ വാതിലിലൂടെ ആ തേജസ്സിലേക്ക് പ്രവേശിച്ച് അതിലെ ഒരുമയിൽ അപ്രത്യക്ഷമായി. അത് അഗ്രാഹ്യമായ ഒരു ത്രിത്വൈക ഒരുമയാണ്. അത് അനന്തതയാണ്. ഞാനൊരു സ്വരം കേട്ടു. എൻ്റെ കരുണയുടെ അത്യഗാധതയിൽ നിന്നാണ് ഈ തിരുനാൾ ഉത്ഭവിച്ചിരിക്കുന്നത്. എൻ്റെ മൃദുലമായ കരുണയുടെ ആഴത്തിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. എൻ്റെ കരുണയിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്ന എല്ലാ ആത്മാക്കൾക്കും അത് ലഭിക്കും. എൻ്റെ ദൈവത്തിൻ്റെ അനന്തമായ നന്മയിലും മഹത്വത്തിലും ഞാൻ വളരെ ആനന്ദിച്ചു. ഏപ്രിൽ 29, 1935. ഛായാചിത്ര പ്രദർശനത്തിൻ്റെ തലേ ദിവസം എൻ്റെ കുമ്പസാരക്കാരനെ ഫാദർ സൊപ്പോച്കോ സന്ദർശിക്കാൻ മദർ സുപ്പീരിയറിൻ്റെ കൂടെ ഞാൻ പോയി. ചിത്രത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ കുറച്ച് റീത്തുകൾ ഉണ്ടാക്കാൻ സിസ്റ്റേഴ്സിൽ ഒരാളുടെ സഹായം കുമ്പസാരക്കാരൻ ആവശ്യപ്പെട്ടു. മദർ സുപ്പീരിയർ പറഞ്ഞു, സിസ്റ്റർ ഫൗസ്റ്റീനെ സഹായിക്കും. എനിക്ക് വലിയ സന്തോഷമായി. മഠത്തിൽ മടങ്ങിയെത്തിയ ഉടനെ തന്നെ കുറച്ച് ഇലകളെല്ലാം ഞാൻ ഒരുക്കി വെച്ചു. കുട്ടികളിൽ ഒരാൾ അവ ശേഖരിക്കാൻ എന്നെ സഹായിച്ചു. പള്ളിയിൽ ജോലി ചെയ്യുന്ന മറ്റൊരു വ്യക്തിയും സഹായിച്ചു. വൈകിട്ട് 7 മണി ആയപ്പോൾ എല്ലാം തയ്യാറായി. ഛായാചിത്രം അതിൻ്റെ സ്ഥാനത്ത് തൂക്കിയിട്ടിരുന്നു. ചില സ്ത്രീകൾ ഞാനവിടെ നിൽക്കുന്നത് കണ്ടു. ഒരു സഹായം എന്നതിനേക്കാൾ അവിടെ ഞാനൊരു ശല്യമായിരുന്നു. പിറ്റേ ദിവസം ഭംഗിയുള്ള ഈ ചിത്രത്തെപ്പറ്റിയും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അവർ സിസ്റ്റേഴ്സിനോട് ചോദിച്ചു. തലേദിവസം അവരിൽ ഒരാൾ അത് അലങ്കരിക്കാൻ സഹായിക്കുന്നത് കണ്ടതുകൊണ്ട് സിസ്റ്റേഴ്സിന് അതേക്കുറിച്ച് അറിവുണ്ടാകുമെന്ന് അവർ കരുതി. എന്നാൽ അതേക്കുറിച്ച് ഒന്നും തന്നെ അവർക്ക് അറിഞ്ഞുകൂടാത്തതിൽ അതിശയിച്ച് സിസ്റ്റേഴ്സ് എല്ലാം അത് കാണണമെന്ന് ആഗ്രഹിച്ചു. ഉടനെ തന്നെ അവർ എന്നെ സംശയിക്കാൻ തുടങ്ങി. അവർ പറഞ്ഞു, സിസ്റ്റർ ഫൗസ്റ്റീനയ്ക്ക് തീർച്ചയായും ഇതേക്കുറിച്ച് എല്ലാം അറിയാം. അവർ എന്നോട് ചോദിക്കാൻ ആരംഭിച്ചപ്പോൾ ഞാൻ നിശബ്ദത പാലിച്ചു. കാരണം സത്യം വെളിപ്പെടുത്താൻ എനിക്കാകുമായിരുന്നില്ല. എൻ്റെ നിശബ്ദത അവരുടെ ജിജ്ഞാസ വർദ്ധിപ്പിച്ചു. സത്യം വെളിപ്പെടുത്താതിരിക്കാനും നുണ പറയാതിരിക്കാനും ഞാൻ വളരെ ശ്രദ്ധിച്ചു. എനിക്ക് സത്യം വെളിപ്പെടുത്താനുള്ള അനുവാദമില്ലായിരുന്നു. അപ്പോൾ അവർ തങ്ങളുടെ അനിഷ്ടം വെളിപ്പെടുത്തിക്കൊണ്ട് ഇപ്രകാരം എന്നെ പരസ്യമായി കുറ്റപ്പെടുത്തി. എങ്ങനെയാണ് പുറത്തുള്ളവർ ഇതേക്കുറിച്ച് അറിയുകയും നമ്മളൊന്നും അറിയാതിരിക്കുകയും ചെയ്യുന്നത്? എന്നെപ്പറ്റി പലതരത്തിലുള്ള വിധി പ്രസ്താവനകളുമുണ്ടായി. 3 ദിവസത്തേക്ക് ഞാൻ വളരെ സഹിച്ചു. എന്നാൽ എൻ്റെ ആത്മാവിനൊരു പ്രത്യേക ശക്തി ലഭിച്ചു. ദൈവത്തിനു വേണ്ടിയും ഈ ദിവസങ്ങളിൽ അവിടുത്തെ കരുണ ലഭിച്ച ആത്മാക്കൾക്ക് വേണ്ടിയും സഹിക്കുന്നതിൽ ഞാൻ സന്തോഷിച്ചു. ലോകാവസാനം വരെയും സഹിക്കേണ്ടി വരുന്ന ഏറ്റവും വലിയ വേദനകളും കഷ്ടപ്പാടുകളും കൂട്ടിയാലും ഈ ദിവസങ്ങളിൽ വളരെ ആത്മാക്കൾക്ക് ലഭിച്ച ദൈവകരുണയോട് തുലനം ചെയ്യുമ്പോൾ അത് വളരെ നിസ്സാരങ്ങളായി എനിക്ക് തോന്നി. കാരണം അവയെല്ലാം ഒരിക്കൽ അവസാനിക്കും. എന്നാൽ അവസാനമില്ലാത്ത പീഡകളിൽ നിന്നാണ് ഈ ആത്മാക്കൾ രക്ഷപ്പെടുത്തപ്പെട്ടത്. സന്തോഷത്തിൻ്റെ ഉറവിടമായ ദൈവകരുണയുടെ മാർവിലേക്ക് മറ്റുള്ളവർ തിരിച്ചു വരുന്നത് എനിക്ക് വളരെ ആനന്ദം നൽകുന്നു. ഈ പദ്ധതിക്ക് വേണ്ടിയുള്ള ഫാദർ സൊപ്പോച്കോയുടെ സമർപ്പണവും പ്രയത്നങ്ങളും കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ ക്ഷമയെയും എളിമയെയും ഞാൻ അഭിനന്ദിക്കുന്നു. പലതരത്തിലുള്ള പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും മാത്രമല്ല, പണച്ചെലവും ധാരാളമുണ്ടായിരുന്നു. കാരണം എല്ലാ ചെലവുകളും ഫാദർ സൊപ്പോച്കോയാണ് വഹിച്ചിരുന്നത്. ഞാൻ ഇതിനു വേണ്ടി ദൈവത്തോട് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ കരുണയുടെ ഈ പ്രവൃത്തി നടപ്പിലാക്കാൻ ദൈവപരിപാലന അദ്ദേഹത്തെ ഒരുക്കിയിരുന്നു. ഓ ദൈവമേ, അവിടുത്തെ വഴികൾ എത്ര വിസ്മയകരം! ദൈവകൃപയുടെ വിളിക്ക് കീഴ്പ്പെടുന്ന ആത്മാക്കൾ എത്ര ഭാഗ്യവാന്മാർ! എൻ്റെ ആത്മാവെ, എല്ലാറ്റിനും കർത്താവിനെ സ്തുതിക്കുക. അവിടുത്തെ കരുണയെ മഹത്വപ്പെടുത്തുക. എന്തെന്നാൽ
അവിടുത്തെ നന്മ അനന്തമാണ്. എല്ലാം കടന്നു പോകും. എന്നാൽ അവിടുത്തെ കരുണയ്ക്ക് അതിരോ അവസാനമോ ഇല്ല. തിന്മ പ്രബലപ്പെടുമെങ്കിലും കരുണയ്ക്ക് അളവില്ല. ഓ എൻ്റെ ദൈവമേ, ഭൂമിയിലേക്ക് അയക്കുന്ന ശിക്ഷകളിൽ പോലും ഞാൻ അവിടുത്തെ കരുണയുടെ ആഴം ദർശിക്കുന്നു. കാരണം ഇവിടെ ഭൂമിയിൽ ഞങ്ങളെ ശിക്ഷിച്ചുകൊണ്ട് നിത്യനാശത്തിൽ നിന്ന് ഞങ്ങളെ സ്വതന്ത്രരാക്കുന്നു. സൃഷ്ടികളെ സന്തോഷിക്കുവിൻ. ഒരു കുഞ്ഞ് തൻ്റെ അമ്മയുടെ ഹൃദയത്തിലെന്നതിനേക്കാൾ തൻ്റെ അളവറ്റ കരുണയിൽ നാം ദൈവത്തോട് അടുത്തിരിക്കുന്നു. ഓ ദൈവമേ, ആത്മാർത്ഥമായി അനുതപിക്കുന്ന കഠിന പാപികളോട് അവിടുന്ന് അനുകമ്പ തന്നെയാണ്. ഒരുവൻ എത്രമാത്രം പാപിയാണോ ദൈവകരുണ പ്രാപിക്കാൻ അവൻ അത്രമാത്രം യോഗ്യനാണ്. ഒരു പ്രത്യേക നിമിഷം മെയ് 12, 1935. വൈകുന്നേരം ഞാൻ കിടക്കയിൽ കിടന്ന പാടെ ഉറങ്ങിപ്പോയി. പെട്ടെന്ന് ഉറങ്ങിപ്പോയെങ്കിലും അതിലും പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് ഉണർത്തപ്പെട്ടു. ഒരു ചെറിയ കുട്ടി വന്ന് എന്നെ ഉണർത്തി. ആ കുട്ടിക്ക് 1 വയസ്സ് പ്രായം കാണുമായിരിക്കും. ആ കുട്ടി വളരെ നന്നായി സംസാരിക്കുന്നത് കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു. ആ പ്രായത്തിലുള്ള കുട്ടികൾ സംസാരിക്കുകയില്ല, അല്ലെങ്കിൽ അത്ര വ്യക്തമായി സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. വർണ്ണിക്കാൻ വയ്യാത്ത വിധം ആ കുട്ടി കോമളനായിരുന്നു. ആ കുട്ടി ഉണ്ണീശോയെപ്പോലെ തോന്നിച്ചു. അവൻ എന്നോട് പറഞ്ഞു, ആകാശത്തിലേക്ക് നോക്കുക. ഞാൻ ആകാശത്തിലേക്ക് നോക്കിയപ്പോൾ നക്ഷത്രങ്ങളും ചന്ദ്രനും പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നത് കണ്ടു. അപ്പോൾ ആ കുട്ടി എന്നോട് ചോദിച്ചു, നീ ഈ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും കാണുന്നുണ്ടോ? ഉവ്വ്. ഞാൻ ഉവ്വ് എന്നുത്തരം നൽകി. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, ഈ നക്ഷത്രങ്ങൾ വിശ്വസ്തരായ കന്യാസ്ത്രീകളുടെ ആത്മാക്കളും ചന്ദ്രൻ സന്യസ്തരുടെ ആത്മാക്കളുമാണ്. നക്ഷത്രങ്ങളുടെയും ചന്ദ്രൻ്റെയും പ്രകാശങ്ങൾ തമ്മിലുള്ള വലിയ വ്യത്യാസം ശ്രദ്ധിച്ചോ? സ്വർഗത്തിൽ സന്യസ്തരുടെ ആത്മാക്കളും വിശ്വസ്തരായ ക്രിസ്ത്യാനികളുടെ ആത്മാക്കളും തമ്മിലുള്ള അന്തരം ഇപ്രകാരമാണ്. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, ഈ നക്ഷത്രങ്ങൾ വിശ്വസ്തരായ ക്രിസ്ത്യാനികളുടെ ആത്മാക്കളും. ഞാൻ മുമ്പ് കന്യാസ്ത്രീകളുടെ എന്നാണ് വായിച്ചത്. ചന്ദ്രൻ സന്യസ്തരുടെ ആത്മാക്കളുമാണ്. നക്ഷത്രങ്ങളുടെയും ചന്ദ്രൻ്റെയും പ്രകാശങ്ങൾ തമ്മിലുള്ള വലിയ വ്യത്യാസം ശ്രദ്ധിച്ചോ? സ്വർഗത്തിൽ സന്യസ്തരുടെ ആത്മാക്കളും വിശ്വസ്തരായ ക്രിസ്ത്യാനികളുടെ ആത്മാക്കളും തമ്മിലുള്ള അന്തരം ഇപ്രകാരമാണ്. അവൻ തുടർന്ന് പറഞ്ഞു, ദൈവത്തെ സ്നേഹിക്കുന്നതിലും എളിമയിലുമാണ് യഥാർത്ഥ മഹത്വം അടങ്ങിയിരിക്കുന്നത്. വലിയ പീഡകളുടെ മധ്യത്തിൽ ശരീരത്തിൽ നിന്ന് വേർപെടുത്തപ്പെട്ട ഒരാത്മാവിനെ ഞാൻ കണ്ടു. ഓ ഈശോയെ, ഞാനിത് എഴുതുമ്പോൾ അവനെതിരായി സാക്ഷ്യം വഹിക്കുന്ന ഭയാനകമായ കാര്യങ്ങളുടെ ദർശനത്താൽ ഞാൻ വിറച്ചു പോകുന്നു. കുഞ്ഞു കുട്ടികളുടെയും ഏകദേശം 9 വയസ്സുള്ള മുതിർന്ന കുട്ടികളുടെയും ആത്മാക്കളെ ഞാൻ കണ്ടു. അവർ ഒരുതരം ചെളിക്കുണ്ടിൽ നിന്ന് ഉയർന്നു വരുന്നത് പോലെ കാണപ്പെട്ടു. ആ ആത്മാക്കൾ ഏറ്റവും ഭീകരസത്വങ്ങൾ പോലെയും അഴുകിയ മൃതശരീരങ്ങൾ പോലെയും മലിനവും വെറുപ്പുളവാക്കുന്നതുമായിരുന്നു. എന്നാൽ ആ മൃതശരീരങ്ങൾ ജീവനുള്ളവയായിരുന്നു. അവ മരണാസന്നനായ ആത്മാവിനെതിരെ ഉറക്കെ സാക്ഷ്യം നൽകിക്കൊണ്ടിരുന്നു. ലോകത്തിൻ്റെ ബഹുമതികളും പുകഴ്ത്തലും ലഭിച്ച ഒരാത്മാവിൻ്റെ മരണാവസ്ഥയാണ് ഞാൻ കണ്ടത്. അതിൻ്റെ അവസാനം ശൂന്യതയും പാപവുമായിരുന്നു. അവസാനം തൻ്റെ വസ്ത്രത്തിനുള്ളിൽ കണ്ണീര് പോലെ എന്തോ പിടിച്ചുകൊണ്ട് ഒരു സ്ത്രീ കടന്നു വന്നു. അവൾ അവനെതിരായി വളരെ ശക്തമായി സാക്ഷ്യപ്പെടുത്തി. ഓ ഭയാനകമായ മണിക്കൂർ! തൻ്റെ പ്രവൃത്തികളെയും അതിൻ്റെ ദുരിതങ്ങളെയും മറനീക്കി കാണേണ്ടി വരുന്ന അവസ്ഥ. ഒന്നുപോലും നഷ്ടപ്പെടാതെ അതെല്ലാം വിധി സമയത്ത് നമ്മെ അനുഗമിക്കും. ഇപ്രകാരമുള്ള ഭീതിജനകമായ കാര്യങ്ങൾ വിവരിക്കാൻ എനിക്ക് ഉപമകളോ വാക്കുകളോ ഇല്ല. ഈ ആത്മാവ് നശിച്ചു പോയ ആത്മാവായി എനിക്ക് തോന്നുന്നില്ലെങ്കിലും അതിൻ്റെ പീഡനങ്ങൾ നരകയാതനകളിൽ നിന്ന് വിഭിന്നമല്ല. ഒരു വ്യത്യാസം മാത്രം, ഒരു ദിവസം ഇതിനൊരവസാനം ഉണ്ടാകും. കുറച്ചു നേരത്തിന് ശേഷം എന്നെ ഉണർത്തിയ കുട്ടിയെ ഞാൻ വീണ്ടും കണ്ടു. അവൻ വളരെ കോമളനായിരുന്നു. അവൻ എന്നോട് ഈ വാക്കുകൾ ആവർത്തിച്ചു, ദൈവത്തെ സ്നേഹിക്കുന്നതിലും എളിമയിലുമാണ് ആത്മാവിൻ്റെ യഥാർത്ഥ മഹത്വം. ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, ദൈവത്തെ സ്നേഹിക്കുന്നതിലും എളിമയിലുമാണ് ആത്മാവിൻ്റെ യഥാർത്ഥ മഹത്വമെന്ന് നീ എങ്ങനെ മനസ്സിലാക്കുന്നു? ദൈവശാസ്ത്രജ്ഞന്മാർക്കല്ലേ ഇത്തരം കാര്യങ്ങൾ അറിയൂ? നീയാണെങ്കിൽ വേദപാഠം പോലും പഠിച്ചിട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ നീ എങ്ങനെ അറിയും? ഇതിന് അവൻ ഇപ്രകാരം മറുപടി നൽകി, എനിക്കറിയാം, ഞാൻ എല്ലാം അറിയുന്നു. അത് പറഞ്ഞ് അവൻ അപ്രത്യക്ഷനായി. എനിക്ക് പിന്നീട് ഉറങ്ങാൻ സാധിച്ചില്ല. ഞാൻ കണ്ട കാര്യങ്ങളെപ്പറ്റിയുള്ള ചിന്തകളാൽ എൻ്റെ മനസ്സ്
തളർന്നുപോയി. ഓ മനുഷ്യാത്മാക്കളെ, എത്ര താമസിച്ചാണ് നിങ്ങൾ സത്യമറിയുന്നത്? ഓ ദൈവകരുണയുടെ ആഴമേ, ലോകം മുഴുവൻ്റെ മേലും അങ്ങ് വാഗ്ദാനം ചെയ്തിട്ടുള്ളതുപോലെ എത്രയും വേഗം അങ്ങേ കരുണ വർഷിക്കണമേ. മെയ് 1935 ഒരു പ്രത്യേക നിമിഷം. എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വലിയ പദ്ധതികളെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ അതിൻ്റെ മഹത്വത്തെക്കുറിച്ച് ഞാൻ ഭയപ്പെട്ടു. അവ നിറവേറ്റാൻ അശക്തയാണെന്ന് ഞാൻ കരുതി. സമയം കിട്ടുമ്പോഴെല്ലാം വാചിക പ്രാർത്ഥനയിൽ മുഴുകി. അവിടുത്തോടുള്ള ആത്മീയ സംഭാഷണം ഞാൻ ഒഴിവാക്കാൻ തുടങ്ങി. എളിമയുടെ പേരിലാണ് ഞാനിത് ചെയ്തതെങ്കിലും അത് യഥാർത്ഥ എളിമയല്ലെന്നും പിശാചിൽ നിന്നുള്ള വലിയൊരു പ്രലോഭനമാണെന്നും ഞാൻ മനസ്സിലാക്കി. ഒരവസരത്തിൽ ആന്തരിക പ്രാർത്ഥനയ്ക്ക് പകരം ഞാൻ ജ്ഞാനവായനയ്ക്കായി ഒരു പുസ്തകമെടുത്തു. അപ്പോൾ വളരെ വ്യക്തമായും ശക്തമായും എൻ്റെ ആത്മാവിൽ ഞാൻ ഈ വാക്കുകൾ ശ്രവിച്ചു: എൻ്റെ രണ്ടാം വരവിനായി നീ ലോകത്തെ ഒരുക്കും. ഈ വാക്കുകൾ ഞാൻ കേൾക്കാത്തതുപോലെ നടിച്ചെങ്കിലും അതെന്നെ വല്ലാതെ സ്പർശിച്ചു. എനിക്കത് നന്നായി മനസ്സിലായി. അതേപ്പറ്റി ഒരു സംശയവും എനിക്കുണ്ടായിരുന്നില്ല. ഒരിക്കൽ ദൈവവുമായുള്ള ഈ സ്നേഹയുദ്ധത്തിൽ തളർന്ന് ഈ ദൗത്യം നിർവഹിക്കാൻ അശക്തയാണെന്ന നിഗമനത്തിൽ നിരന്തരം ഒഴികഴിവുകൾ ഉണ്ടാക്കി ചാപ്പലിൽ നിന്ന് പുറത്തു പോകാൻ ഞാൻ ആഗ്രഹിച്ചെങ്കിലും ഏതോ അജ്ഞാത ശക്തി എന്നെ അവിടെ പിടിച്ചു നിർത്തി. എനിക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ ഞാൻ ഈ ശബ്ദം കേട്ടു: നീ ചാപ്പൽ വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നു, എന്നാൽ എന്നെ വിട്ടുപോകാൻ നിനക്ക് സാധ്യമല്ല. കാരണം ഞാൻ സർവ്വവ്യാപിയാണ്. തനിയെ നിനക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല, എന്നാൽ എന്നോടൊത്ത് നിനക്ക് എല്ലാം സാധ്യമാണ്. ആ ആഴ്ചയിൽ ഞാൻ കുമ്പസാരക്കാരനെ ഫാദർ സൊപ്പോച്കോ കണ്ടപ്പോൾ എൻ്റെ ആത്മാവിൻ്റെ അവസ്ഥ അദ്ദേഹത്തോട് വെളിപ്പെടുത്തി. പ്രത്യേകിച്ച് ദൈവവുമായുള്ള ആത്മസംഭാഷണം ഒഴിവാക്കിയ കാര്യവും പറഞ്ഞു. ദൈവവുമായുള്ള ആത്മസംഭാഷണം ഒഴിവാക്കരുതെന്നും അവിടുന്ന് എന്നോട് പറയുന്നത് കൂടുതൽ ശ്രദ്ധയോടെ ശ്രവിക്കണമെന്നും അദ്ദേഹം എന്നെ ഉപദേശിച്ചു. ഞാൻ എൻ്റെ കുമ്പസാരക്കാരൻ്റെ ഉപദേശം അനുസരിച്ചു. കർത്താവിനെ പിന്നീട് കണ്ടുമുട്ടിയപ്പോൾ ദുഃഖപൂർണമായ ഹൃദയത്തോടെ ഈശോയുടെ കാൽക്കൽ വീണ് എല്ലാറ്റിനും ക്ഷമയാചിച്ചു. അപ്പോൾ ഈശോ എന്നെ നിലത്ത് നിന്ന് പൊക്കി എഴുന്നേൽപ്പിച്ച് അവിടുത്തെ അരികിലിരുത്തി എൻ്റെ തല തൻ്റെ മാർവിൽ ചേർത്ത് വയ്ക്കാൻ അനുവദിച്ചു. അങ്ങനെ അവിടുത്തെ ഏറ്റവും മാധുര്യമുള്ള ഹൃദയത്തിൻ്റെ അഭിലാഷങ്ങൾ അനുഭവിക്കാനും നല്ലവണ്ണം മനസ്സിലാക്കാനും സാധിച്ചു. അപ്പോൾ അവിടുന്ന് എന്നോട് പറഞ്ഞു: എൻ്റെ മകളെ, ഒന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ട. ഞാൻ എപ്പോഴും നിൻ്റെ കൂടെയുണ്ട്. ഞാൻ അനുവദിക്കുന്ന അളവിൽ മാത്രമേ നിൻ്റെ എതിരാളികൾക്ക് നിന്നെ ഉപദ്രവിക്കാൻ സാധിക്കൂ. നീ എൻ്റെ വാസസ്ഥലവും അചഞ്ചലമായ വിശ്രമവുമാണ്. നിനക്ക് വേണ്ടി ശിക്ഷയുടെ കൈ പിൻവലിച്ച് ഭൂമിയെ ഞാൻ അനുഗ്രഹിക്കും. ആ നിമിഷം തന്നെ എൻ്റെ ഹൃദയത്തിൽ ഒരുതരം അഗ്നി അനുഭവപ്പെട്ടു. എൻ്റെ ഇന്ദ്രിയങ്ങൾ നിർജീവമാകുന്നതായും പരിസരബോധം നഷ്ടപ്പെടുന്നതായും എനിക്ക് തോന്നി. കർത്താവിൻ്റെ നോട്ടം എന്നിൽ ചൂഴ്ന്നിറങ്ങുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു. എൻ്റെ ദുരിതത്തെക്കുറിച്ചും അവിടുത്തെ മഹത്വത്തെക്കുറിച്ചും ഞാൻ വളരെ ബോധവതിയായി. അസാധാരണമായൊരു സഹനം എൻ്റെ ആത്മാവിനെ ബാധിച്ചു. അതോടുകൂടെ തന്നെ അനുഭവമായ സന്തോഷം എൻ്റെ ആത്മാവിൽ നിറഞ്ഞു. ദൈവത്തിൻ്റെ ആശ്ലേഷത്തിൽ ഞാൻ ബലഹീനയായി. ഞാൻ അവിടുന്നിലായതുപോലെയും ഒരു തുള്ളി ജലം സമുദ്രത്തിലെന്ന പോലെ അവിടുന്ന് ഞാൻ ലയിച്ചു പോയതുപോലെയും തോന്നി. എന്നിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ. ഇപ്രകാരമുള്ള ആത്മീയ പ്രാർത്ഥനയ്ക്ക് ശേഷം ഏറ്റവും പ്രയാസമേറിയ പുണ്യങ്ങൾ അഭ്യസിക്കാനുള്ള ശക്തിയും ബലവും എനിക്ക് ലഭിച്ചിരുന്നു. ലോകം വിലമതിച്ചിരുന്ന എല്ലാ കാര്യങ്ങളോടും എനിക്ക് വിരക്തി അനുഭവപ്പെട്ടു. നിശബ്ദതയും ഏകാന്തതയും ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു. മെയ് 1935 40 മണി ആരാധനാ സമയത്ത് അരളിക്കയിൽ എഴുന്നള്ളി വച്ചിരുന്ന തിരുവോസ്തിയിൽ ഈശോനാഥൻ്റെ മുഖം ഞാൻ കണ്ടു. എല്ലാവരെയും ഈശോ അനുകമ്പയോടെ നോക്കിക്കൊണ്ടിരുന്നു. വിശുദ്ധ ബലിയുടെ സമയത്ത് പലപ്പോഴും ഞാൻ ഉണ്ണീശോയെ കാണാറുണ്ട്. അവിടുന്ന് വളരെ കോമളനാണ്. അവിടത്തേക്ക് ഒരു വയസ്സ് പ്രായം തോന്നിക്കും. ഒരിക്കൽ ഞങ്ങളുടെ ചാപ്പലിൽ കുർബാന സമയത്ത് ആ കുഞ്ഞിനെ ഞാൻ കണ്ടപ്പോൾ അൾത്താരയിൽ ചെന്ന് ആ ഉണ്ണീശോയെ എടുക്കാനുള്ള വളരെ ശക്തവും അടക്കാനാവാത്തതുമായ തീവ്രമായ ആഗ്രഹം എനിക്കുണ്ടായി. ആ സമയത്ത് തന്നെ ഉണ്ണീശോ ഞാൻ മുട്ടുകുത്തിയിരുന്ന ബെഞ്ചിൻ്റെ അരികിൽ എൻ്റെ അടുത്ത് വന്നു നിന്നു. തൻ്റെ കുഞ്ഞിളം കൈകൾ എൻ്റെ തോളിലിട്ട് ഹൃദ്യമായി സന്തോഷത്തോടെ എന്നെ ചാരി നിന്നു. അവിടുത്തെ നോട്ടം ആഴമുള്ളതും ചൂഴ്ന്നിറങ്ങുന്നതുമായിരുന്നു. എന്നാൽ വൈദികൻ തിരുവോസ്തി മുറിച്ചപ്പോൾ ഈശോ വീണ്ടും അൾത്താരയിൽ വന്നു. വൈദികൻ ഈശോയെ മുറിച്ച് ഭക്ഷിച്ചു. ദിവ്യകാരുണ്യ സ്വീകരണത്തിന് ശേഷം അതേ രീതിയിൽ തന്നെ ഹൃദയത്തിൽ ഞാൻ ഈശോയെ കണ്ടു. ആ ദിവസം മുഴുവൻ അവിടുത്തെ ശാരീരികമായ സാന്നിധ്യം ഹൃദയത്തിൽ ഞാൻ അനുഭവിച്ചു. ഞാൻ അറിയാതെ തന്നെ എന്നിൽ വളരെ ആഴമായ ധ്യാനാത്മകത
ഉരുത്തിരിഞ്ഞു. ഞാൻ ഒരക്ഷരവും ആരോടും സംസാരിച്ചില്ല. സാധിക്കുന്നിടത്തോളം പേരെ ഞാൻ ഒഴിവാക്കി. എൻ്റെ ചുമതലകളെ സംബന്ധിച്ച് മാത്രം സംസാരിച്ചു. അതിനപ്പുറം ഒരു വാക്കുപോലും ഞാൻ ഉച്ചരിച്ചില്ല.